നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിന്ധു നദിയിൽ ഇന്ത്യ അണക്കെട്ട് കെട്ടി വെള്ളം തടസ്സപ്പെടുത്തിയാൽ പാകിസ്ഥാൻ അത് തകർത്തെറിയും. പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ ഭീഷണി. കൊലവിളി നടത്തിയ രണ്ടിന്റെയും അണ്ണാക്കിൽ പൊട്ടിച്ച് ഇപ്പോൾ ഇന്ത്യ മറുപടി കൊടുത്തു. കൂടുതലൊന്നും ചെയ്തില്ല. ചെനാബ് നദിയിലെ അണക്കെട്ടിന്റെ ഷട്ടർ ചെറുതായിട്ടൊന്ന് താഴ്ത്തി ആദ്യ അടി. അവിടെയും തീർന്നില്ല. ബഗലിഹാർ അണക്കെട്ട് അടച്ച് പിന്നാലെ ചെക്കും വെച്ചു. നിന്റെയൊക്കെ തൊള്ളയ്ക്ക് താഴോട്ട് വെള്ളം ഇറങ്ങുന്നതൊന്ന് കാണട്ടെ എന്ന നിലപാടിൽ കടുപ്പിച്ച് ഇന്ത്യ. പാകിസ്ഥാൻ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ബഗലിഹാറും പൂട്ടിയതോടെ പാകിസ്ഥാന്റെ നെഞ്ചത്താണ് ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത്. ഇസ്ലാമാബാദിൽ കൂട്ടക്കരച്ചിൽ. ഇവന്മാർക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല, വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇതുപോലെ ഇന്ത്യ കൊടുക്കുന്ന ചെറിയ തിരിച്ചടികൾ പോലും താങ്ങാൻ കെൽപ്പില്ല പാകിസ്ഥാന്. അപ്പോൾ പിന്നെ ഇന്ത്യ കാര്യമായി കയറിയൊന്ന് ആക്രമിച്ചാൽ എന്തായിരിക്കും പാകിസ്ഥാന്റെ അവസ്ഥ? സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് തൊട്ട് പിന്നാലെ പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് ഇന്ത്യ തടഞ്ഞു തുടങ്ങിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ജമ്മു കശ്മീരിലെ രാംബനിലുള്ള ബഗലിഹാർ അണക്കെട്ട് ഇപ്പോൾ അടച്ചിരിക്കുന്നത്. സിന്ധുവിന്റെ പോഷക നദിയായ ചെനാബിന്റെ കുറുകെ ഇന്ത്യ നിർമ്മിച്ച അണക്കെട്ടാണ് ബഗലിഹാർ. വൈദ്യുത പദ്ധതിയായ ബഗലിഹാറിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ജലം ഒഴുകുന്നത് ഇന്ത്യ തടഞ്ഞിരിക്കുകയാണ്. ഇതിന് സമാനമായ നടപടി ഝലം നദിയുടെ പ്രധാന കൈവഴിയായ നീലം നദിയിൽ നിർമ്മിച്ചിട്ടുള്ള കിഷൻ ഗംഗ ഡാമിലും സ്വീകരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ പൂർണ്ണമായും തകർന്നടിയും. വെല്ലുവിളിച്ച പാക് പ്രതിരോധ മന്ത്രിക്കുള്ള മറുപടിയാണ് ഇന്ത്യ ഇപ്പോൾ കൃത്യമായി കൊടുത്തിരിക്കുന്നത്. ചെനാബിലെ ഷട്ടർ ഒന്ന് താഴ്ത്തിയായിരുന്നു ആദ്യ മറുപടി കൊടുത്തത്. എന്നാൽ പൂർണ്ണമായും ബഗലിഹാർ അടച്ചുപൂട്ടും എന്ന് പാകിസ്ഥാൻ കരുതിയതേയില്ല. അത്തരമൊരു കടുത്ത നീക്കം ഇപ്പോൾ ഇന്ത്യ എടുത്തിരിക്കുന്നത്. അതായത് പാകിസ്ഥാന് കൃത്യമായ മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. ചെനാബിന്റെ ഷട്ടർ ഒന്ന് താഴ്ത്തിയപ്പോൾ തന്നെ തൊട്ടു പിന്നാലെ വെല്ലുവിളിച്ചുകൊണ്ട് പാകിസ്ഥാൻ രംഗത്ത് വന്നിരുന്നു. ഈ കളി ഇന്ത്യയുടെ നാശത്തിനാണ് എന്നായിരുന്നു പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ പ്രതികരിച്ചത്. തൊട്ടു പിന്നാലെ, അതായത് ഷട്ടർ താഴ്ത്തി ഒരു മണിക്കൂറുകൾ പോലും കഴിഞ്ഞില്ല, അതിന് പിന്നാലെ തന്നെ പാക് പ്രതിരോധ മന്ത്രി വെല്ലുവിളിച്ചു. തൊട്ടു പിന്നാലെ അത് പൂർണ്ണമായും അടയ്ക്കുകയായിരുന്നു ഇന്ത്യ ചെയ്ത നടപടി. സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാന് പൂർണ്ണമായും ഉപയോഗിക്കാവുന്ന നദികളാണ് ചെനാബ്, ഝലം എന്നിവ. എന്നാൽ ഇവ ഒഴുകുന്നത് ജമ്മു കശ്മീരിൽ നിന്ന് പാകിസ്ഥാനിലേക്കാണ്. ഇന്ത്യക്ക് ഇവയിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ മാത്രമേ അവകാശമുള്ളൂ. 1960 ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ചതാണ് സിന്ധു നദീജല കരാർ. ഈ കരാറാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. ചെനാബ്, ഝലം നദികളിലൂടെ ഒഴുകുന്ന ജലം പാകിസ്ഥാന് ലഭിക്കാതെ വന്നാൽ വലിയ പ്രത്യാഘാതങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്. ഇന്ത്യ ജലം തടഞ്ഞു നിർത്തുമെന്ന് പാകിസ്ഥാൻ എന്നും ഭയന്നിരുന്ന പദ്ധതികളായിരുന്നു ബഗലിഹാറും കിഷൻ ഗംഗയും. എന്നാൽ ചെനാബിലെ ബഗലിഹാറിന്റെ ഒരു ഷട്ടർ താഴ്ത്തിയപ്പോൾ അത് പൂർണ്ണമായും അടയ്ക്കും എന്ന് ഇന്ത്യ അത്തരത്തിലൊരു നടപടി സ്വീകരിക്കുമെന്ന് പാകിസ്ഥാൻ കരുതിയില്ല. കാരണം എല്ലാ കാലത്തും ഇതിനു മുൻപും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുഖത്ത് നിന്നിരുന്ന സമയങ്ങൾ ഉണ്ടായിരുന്നു. പുൽവാമ ആക്രമണത്തിലൊക്കെ അന്നും ഇതുപോലെ തന്നെ പാകിസ്ഥാൻ ഭയപ്പെട്ടിരുന്നു ഈ കരാറുകൾ മരവിപ്പിക്കുമോ എന്ന്. എന്നാൽ അന്ന് പോലും ഇന്ത്യ അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരുന്നില്ല. കാരണം ഈ അണക്കെട്ടുകൾ അതിൻ്റെ ഷട്ടറുകൾ അടച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പാകിസ്ഥാനിലെ സാധാരണക്കാരെയാണ്, പ്രത്യേകിച്ച് കർഷകരെയൊക്കെയാണ്. പാകിസ്ഥാനോട് കട്ടക്കലിപ്പിൽ നിൽക്കുമ്പോൾ പോലും ഇന്ത്യ അണക്കെട്ടിന്റെ ഷട്ടറുകൾ അടച്ചിരുന്നില്ല. അതിന് കാരണം പാകിസ്ഥാനിലെ ജനങ്ങളോട് ഇന്ത്യ കാണിച്ച സ്നേഹവും കരുതലും ഒക്കെയായിരുന്നു. എന്നാൽ ഇപ്പോൾ നിരന്തരം ഇന്ത്യക്ക് നേരെ വെല്ലുവിളികൾ ഉയർത്തുകയാണ്. അതുപോലെ തന്നെ അണ്വായുധം പ്രയോഗിക്കും എന്നുള്ള വെല്ലുവിളികൾ. രാജ്യത്തിന്റെ അഖണ്ഡതയെ തന്നെ, രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ തന്നെ കയറി തോണ്ടുകയാണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ കൃത്യമായി തന്നെ കടുത്ത നിലപാടുകൾ സ്വീകരിച്ച് പാകിസ്ഥാനെ പൂർണ്ണമായും തകർക്കാനുള്ള നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ പാകിസ്ഥാന് നല്ല ഒരു മറുപടി കൊടുക്കാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ ഇന്ത്യ എത്തിയിരിക്കുന്നത്. 2008 ബഗലിഹാർ അണക്കെട്ടിന്റെ ആദ്യഘട്ടം പൂർത്തിയായത്. രണ്ടാം ഘട്ടം 2016 സിന്ധു നദീജല കരാറിന് വിരുദ്ധമാണ് അണക്കെട്ടിന്റെ നിർമ്മാണമെന്നാരോപിച്ച് പാകിസ്ഥാൻ പലതവണ ഇത് മുടക്കാൻ ശ്രമിച്ചിരുന്നു. 2007 തുടങ്ങി 2018 പൂർത്തിയായതാണ് കിഷൻ ഗംഗ അണക്കെട്ട്. ഇതിനെതിരെയും പാകിസ്ഥാൻ എതിർപ്പുയർത്തിയിരുന്നു.
രണ്ട് പദ്ധതികളും മുടക്കാൻ നടത്തിയ പാകിസ്ഥാന്റെ ശ്രമം ഇന്ത്യ നിയമപരമായി തന്നെയാണ് പരാജയപ്പെടുത്തിയത്. ഈ രണ്ട് പദ്ധതികളും ഉപയോഗിച്ചാൽ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലത്തിന്റെ ഭൂരിഭാഗവും ഇന്ത്യക്ക് തടയാനാകും. പാക് പ്രതിരോധ മന്ത്രി ഖ്വാജയുടെ വെല്ലുവിളികൾ അത് ഇന്ത്യയെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരുന്നു. അതിന്റെ തൊട്ടു പിന്നാലെയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ട് റഷ്യയിലെ പാകിസ്ഥാന്റെ സ്ഥാനപതിയും രംഗത്ത് വന്നത്. റഷ്യൻ മാധ്യമമായ ആർട്ടിക് നൽകിയ അഭിമുഖത്തിലാണ് മുഹമ്മദ് ഖാലിദ് ജമാലി ഇന്ത്യക്കെതിരെ പൊട്ടിത്തെറിച്ചത്. ഇന്ത്യക്കെതിരെ പരമ്പരാഗത ആയുധങ്ങൾ മാത്രമല്ല അണ്വായുധവും പ്രയോഗിക്കും എന്നായിരുന്നു ഭീഷണി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് യുദ്ധപ്രവൃത്തിയെന്നാണ് ഖാലിദ് ജമാലി വിശേഷിപ്പിച്ചത്. സിന്ധു നദീജല കരാർ പ്രകാരമുള്ള വെള്ളം തടസ്സപ്പെടുത്താനോ വഴിതിരിച്ചുവിടാനോ ശ്രമിച്ചാൽ അത് പാകിസ്ഥാനെതിരായ യുദ്ധമായി കണക്കാക്കുമെന്നും സമ്പൂർണ്ണ കരുത്തുപയോഗിച്ച് തിരിച്ചടിക്കും എന്നുമായിരുന്നു റഷ്യയിലെ പാക് സ്ഥാനപതി ഭീഷണി മുഴക്കിയത്. ഈ ഒരു കട്ടക്കലിപ്പിൽ കൂടിയാണ് ഇന്ത്യ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് താഴ്ത്തിയ അണക്കെട്ടിന്റെ ഷട്ടർ ഇപ്പോൾ പൂർണ്ണമായും അടച്ചിരിക്കുന്നത്. സിന്ധു നദിയിൽ ഡാം കെട്ടിയാൽ തകർക്കുമെന്ന് വെല്ലുവിളിച്ച പാകിസ്ഥാനോട് എന്നാൽ അതൊന്ന് പൊട്ടിച്ചു കാണിക്കടാ എന്നുള്ള നിലപാടെടുത്തിരിക്കുകയാണ് ഇന്ത്യയും. നിനക്കൊന്നും ഇപ്പോൾ ഡാമുകൾ തകർക്കണ്ടേ എന്നുള്ള ചോദ്യവും കൂടി ഉയർത്തുകയാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇവിടുത്തെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നത് ബഗലിഹാറിൽ നിന്നുള്ള ജലമാണ്. ചെനാബ് നദിയിലെ ജലപ്രവാഹം കുറഞ്ഞതായി വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഡാം ഷട്ടർ അടയ്ക്കുമ്പോൾ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി മാറും എന്ന് പാകിസ്ഥാൻ അറിയാമായിരുന്നു. അവരുടെ ആ പേടി തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യ ഷട്ടർ അടച്ചിരിക്കുന്നു. സിയാൽകോട്ട് പ്രദേശത്തെ മാറാല ഹെഡ്വർക്സിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. കരാർ റദ്ദാക്കിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ പാകിസ്ഥാനിൽ കടുത്ത വരൾച്ചയെന്ന് കാണിക്കുന്ന ചിത്രങ്ങളായിരുന്നു പുറത്തു വന്നത്. പഹൽഗാം ആക്രമണത്തിന്റെ തലേന്ന് ഏപ്രിൽ 21-എടുത്ത ഉപഗ്രഹ ചിത്രങ്ങളും കരാർ റദ്ദാക്കലിന് ശേഷം ഏപ്രിൽ 26-എടുത്ത ചിത്രങ്ങളും താരതമ്യം ചെയ്താൽ വരൾച്ചയുടെ ആഴം ബോധ്യമാകും. അതായത് നേരത്തെ തന്നെ വെള്ളമൊഴുക്കലിൽ ഇന്ത്യ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. കരാർ റദ്ദാക്കിയതിന് പിന്നാലെ സിന്ധു നദിയിൽ നിന്നുള്ള ജലവിതരണവും അതിന്റെ വിതരണക്കാരായ ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയിൽ നിന്നുള്ള ജലവിതരണവും നിർത്തലാക്കുമെന്ന സൂചനകളും എത്തിയിരുന്നു. ഈ നദികളാണ് പാകിസ്ഥാനിൽ ജലവിതരണം നടത്തുന്നത്. കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതോടെ പാകിസ്ഥാനിലെ ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇത് ബാധിക്കുക. 65 വർഷം പഴക്കമുള്ള കരാറാണ് ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നത്. ഇനിയും അണ്വായുധ ഭീഷണിയുമായി പാകിസ്ഥാൻ മന്ത്രിമാരോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമുള്ള പാകിസ്ഥാൻ നയതന്ത്ര ഉദ്യോഗസ്ഥരോ ഇന്ത്യക്ക് നേരെ കുരച്ചാൽ അടുത്ത അടി കിട്ടാൻ പോകുന്നത് കിഷൻഗംഗ അണക്കെട്ടിന്റെ ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചുകൊണ്ടായിരിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചയും തങ്ങൾ ചെയ്യില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ മറുപടിയാണ് ചെനാബിന്റെ ഷട്ടർ അടച്ചുകൊണ്ട് ഇന്ത്യ കൊടുത്ത മറുപടി.